നാം വായിച്ചു കേട്ടതുപോലെ 3 ഭാഗങ്ങളിലൂടെ 3 സ്ഥലങ്ങളിലൂടെ ഇന്ന് ഈ വചനം നമ്മളെ കൊണ്ടുപോകുന്നു. ഒന്ന്, ഏറ്റവും ആദ്യം അത്തിമരത്തിന്റെ ചുവട്ടിലൂടെ, രണ്ടാമത്തത് ദേവാലയത്തിലൂടെ, മൂന്നാമത് വീണ്ടും ഈ അത്തിമരത്തിന്റെ സമീപത്തിലൂടെ പത്രോസിന്റെ ചില നിരീക്ഷണങ്ങളോടുകൂടെ. ഈ 3 കാര്യങ്ങളും നമ്മെ എന്താണ് പഠിപ്പിക്കുക? എന്തിനാണ് കർത്താവ് അത്തിമരത്തിന്റെ ചുവട്ടിലേക്ക് പോയത്? വചനം പറയുന്നു, അവന് വിശന്നു, അവൻ ദൂരെ ഒരു അത്തിമരം കണ്ടു, അതിലെന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിൽ അതിന്റെ പച്ചപ്പ് കണ്ട് അതിന്റെ തളിര് കണ്ട് ഈശോ അതിനടുത്തേക്ക് വരികയും എന്നാൽ അതിലൊന്നും കാണാതിരിക്കുകയും അവൻ അതിനെ നശിപ്പിക്കുകയും ചെയ്തു. ഇനി ആനന്ദിൽ നിന്ന് ഫലം ഭക്ഷിക്കാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് യേശു പറയാം. പ്രിയപ്പെട്ടവരെ, പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അവനങ്ങ് പച്ച പിടിച്ചുപോയി, അല്ലെ അവനിപ്പോൾ ഇത്തിരി പച്ചപ്പിലായി എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടെ ഉന്നതിയിലെത്തി, എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നേടി എന്നാണ് അർത്ഥം. എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നേടാൻ സാധിച്ചു എന്നാണ് ഈ പച്ചപ്പിന്റെ അർത്ഥം. തളിരിട്ട് നിൽക്കുക, പച്ചപ്പിലായിരിക്കുക എന്നതിന്റെ അർത്ഥം. നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്? അല്ലെ, കർത്താവ് അത്തിമരത്തിന്റെ സമീപത്ത് അവന് വിശന്നപ്പോൾ അത്തിമരത്തിന്റെ സമീപത്തേക്ക് പോയതൊന്നുമല്ല, അവന് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അത്തിമരത്തിന്റെ സമീപത്തേക്ക് പോയത്. എന്തുകൊണ്ടാണ് പോയത്? ഈ അത്തിമരത്തിന്റെ പച്ചപ്പുകൾ അത്തിമരം കണ്ടിട്ടുണ്ട്, അവർ കുട പോലെ നിൽക്കുന്ന അത്തിമരം, അതിന്റെ ഫലങ്ങൾ അതിന്റെ തണ്ടിനോട് ചേർന്നായിരിക്കും. പുറംഭാഗം നമ്മൾ ഇലകളെ കാണുകയുള്ളൂ, മറ്റു മരങ്ങളെ പോലെയല്ല. അതിങ്ങനെ താഴ്ന്ന അതിന്റെ ഇലകള് ഈ ഭൂമിയോട് മുട്ടി തരം പലപ്പോഴും നിൽക്കാറുണ്ട്. അതിന്റെ തണ്ടോട് തായ്മരത്തോട് ചേർന്നാണ് ഫലങ്ങൾ കാണുക. പുറത്തുനിന്ന് നോക്കിയാലും അതിന്റെ ഫലങ്ങൾ കാണണമെന്നില്ല, അടുത്ത് വരുമ്പോഴാണ് അതിന്റെ ഫലങ്ങൾ അറിയുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെ പച്ചപ്പ് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ അലങ്കരിക്കപ്പെട്ടിരിക്കുക? അച്ഛൻ ആദ്യം പറഞ്ഞു വെച്ചു, ധാരാളം കൃപകൾ, ധാരാളം വരങ്ങൾ, ധാരാളം താലന്തുകളാൽ നമ്മൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ അലങ്കാരങ്ങൾ മറ്റുള്ളവർക്ക് ഫലം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം പേര് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ധാരാളം പേര് ജോലിക്കായിട്ട് പോകുന്നുണ്ട്, പഠനത്തിനായിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ സീസണലാണ്. തണുപ്പ്, ചൂട്, തണുപ്പ് കാലം, ചൂടുകാലം വളരെ പ്രത്യേകമാണ് നമുക്ക് അനുഭവപ്പെടും. അവിടെ ജീവിത രീതിയും സീസണലാണ്. അതായത് തണുപ്പ് കാലത്ത് പ്രത്യേകം വസ്ത്രങ്ങൾ, ചൂടുകാലത്ത് അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ. അവിടെ യാത്രയാണെങ്കിൽ പോലും തണുപ്പ് കാലത്ത് വണ്ടികൾ ചൂടാക്കാൻ പ്രത്യേക മെക്കാനിസം, ഇതെല്ലാം വളരെ പ്രത്യേകമാണ്. ഭക്ഷണ രീതികൾ പോലും തണുപ്പ് കാലത്ത് പ്രത്യേകതയുള്ളതാണ്, ചൂടുകാലത്ത് വേണം. നമ്മൾ ഈ ഈസ്റ്ററിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന കേക്കുകൾ പോലും വേറൊരു സമയത്ത് നമുക്ക് കിട്ടില്ല. ക്രിസ്മസിന്റെ സമയത്ത് കിട്ടുന്ന കേക്ക് അല്ല നമുക്ക് ഈസ്റ്ററിന്റെ സമയത്ത് കിട്ടുന്നത്. ഇതെല്ലാം വളരെ സീസണലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സീസണൽ ആകാതിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് വചനം അപ്പോഴും പറയുന്നു, അത് അത്തിമരങ്ങളുടെ കാലമല്ല, അല്ല അത്തിപ്പഴങ്ങളുടെ കാലമല്ല, ഫലങ്ങൾ നൽകുന്ന കാലമല്ല. എന്നിട്ടും കർത്താവ് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെ തേടി എത്ര പേരൊക്കെ വരുന്നുണ്ട്, നമ്മെ പ്രതീക്ഷയർപ്പിച്ച് എത്ര പേര്. എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയാവട്ടെ, എൻ്റെ മക്കളാവട്ടെ, എൻ്റെ സുഹൃത്തുക്കളാവട്ടെ, എന്തോരം പേര് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അത്തിപ്പഴങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കാനായിട്ട് എനിക്ക് സാധിക്കും. സീസണൽ ആകാതിരിക്കാനാണ് ശ്രദ്ധിക്കുക. ഏത് സമയം ഫലം ചൂടി നിൽക്കുവാനായിട്ട്, താലന്തുകൾ ഇരട്ടിയാക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും